നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാരുടെ കുട്ടികളുടെ വിജയമാണ്. നമ്മുടെ സ്കൂൾ മറ്റുള്ള വലിയ വലിയ സ്കൂളുകളോട് പൊരുതി ഏകദേശം 66 സ്കൂളോട് പൊരുതിയിട്ടാണ് ചാലക്കുടി ഉപജില്ലയിലെ ഇത്രയും വലിയൊരു വിജയം 2-3 വർഷമായിട്ട് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2 പോയിന്റിനാണ് നമുക്ക് 1ാം സ്ഥാനം പോയത്. അതുവരെ നമ്മൾ ഒന്നാം സ്ഥാനമായിരുന്നു. ലാസ്റ്റ് 2 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ 2ാം സ്ഥാനക്കാരായത്. അടുത്ത വർഷം തികച്ചും തീർച്ചയായിട്ടും നമ്മൾ 1ാം സ്ഥാനത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെല്ലാം വീണ്ടും പരിശ്രമിക്കുന്നതായിരിക്കും. വളരെ ചുരുങ്ങിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടികളെ തയ്യാറാക്കി ഇത്രയും നല്ല വിജയം കൈവരിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യം ഈ സ്കൂളിന്റെ മുൻപുണ്ടായിരുന്ന രീതിയിലല്ല, ഇന്ന് വളരെ രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മൾ ഹൈടെക് ആക്കിയിട്ടുണ്ട്. LKG മുതൽ UKG 4ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കിയിട്ടുണ്ട്. ലാപ്ടോപ്പ്, പ്രൊജക്ടർ എന്നീ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് നമ്മളിന്ന് ഈ സാധാരണ ഈ വിദ്യാലയം നമ്മളിന്ന് കുട്ടികൾക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റ് അധ്യയന കാര്യങ്ങളിലായാൽ പോലും നല്ല നിലവാരം പുലർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും വളരെയധികം മികച്ച പ്രകടനമാണ് നമ്മുടെ സ്കൂൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മിടുക്കരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നമ്മുടെ നാടിൻ അഭിമാനം വലിയ പാടത്തിൻ പൊൻസുദിനം. കണ്ടോ കണ്ടോ നാട്ടാരെ, ഞങ്ങൾ നേടിയ സമ്മാനം. കണ്ടോ കണ്ടോ നാട്ടാരെ, ഞങ്ങൾ നേടിയ സമ്മാനം. ജൂൺ 1-ാം തീയതിയാണ് ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപികയായിട്ട് ഇവിടെ ചാർജ് എടുത്തത്. കഴിഞ്ഞ 5 വർഷത്തിലും മീഡിയായിട്ട് നമ്മൾ ഓവറോൾ 5ാം സ്ഥാനത്തിനുള്ളിലാണ് നിൽക്കാറ്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് കലോത്സവത്തിനും കായികോത്സവത്തിനും വലിയപാടം SNDP LP സ്കൂള് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കലോത്സവം പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ സ്നേഹ ടീച്ചറും മറ്റ് ടീച്ചേഴ്സും കൂടിയാണ്. കായികോത്സവം നമ്മുടെ ടീച്ചറും റോയ് മാഷും ഈ സ്കൂളിലെ തന്നെ ഒരു കുട്ടിയുടെ രക്ഷിതാവായ സജീഷ് മാസ്റ്ററും ചേർന്നാണ് കായികോത്സവം ഇവിടെ പരിശീലിപ്പിക്കുന്നത്. 66 സ്കൂളുകളാണ് കലോത്സവത്തിലും കായികോത്സവത്തിലും പങ്കെടുക്കുന്നത്. അതിൽ 2ാം സ്ഥാനത്തെത്താൻ ഞങ്ങളെ പോലെയുള്ള കൊച്ചു സ്കൂള് 2ാം സ്ഥാനത്തെത്താൻ എന്നത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ ഈ നാടിൻ്റെ പേര്, ഈ സ്കൂളിൻ്റെ പേര് നാട്ടിലെല്ലാം വ്യാപിച്ചു തുടങ്ങി. അതനുസരിച്ച് ഈ സ്കൂളിലേക്ക് കുട്ടികളുടെ പുതിയ അഡ്മിഷനും തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എല്ലാ രക്ഷിതാക്കളും നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികളെ ചേർക്കണം, പഠിപ്പിക്കണം. ഇവിടുത്തെ എല്ലാ അധ്യാപകരും ഒന്നിനൊന്നായിട്ട് മെച്ചപ്പെട്ടവരാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലും കലോത്സവത്തിലും കായികോത്സവത്തിലും എല്ലാം ഒരുക്കുന്നതിൽ നമ്മുടെ ടീച്ചേഴ്സ് മുൻപന്തിയിലാണ്. ഓടിയൊളിക്കും പിള്ളേരുമല്ല, വലിയ പാടത്തെ ചുണക്കുട്ടികൾ, വലിയ പാടത്തെ ചുണക്കുട്ടികൾ. നേടിയെടുത്തോ നേടിയെടുത്തോ, ഓവറോൾ ഞങ്ങൾ നേടിയെടുത്തോ. നേടിയെടുത്തോ നേടിയെടുത്തോ, ഓവറോൾ കിരീടം നേടിയെടുത്തോ. ആഘോഷിക്കാം, ആർപ്പു വിളിക്കാം, ഒന്നിച്ചൊന്നായി ആർപ്പു വിളിക്കാം. ആഘോഷിക്കാം, ആർപ്പു വിളിക്കാം, ഒന്നിച്ചൊന്നായി ആർപ്പു വിളിക്കാം. നമ്മുടെ സ്കൂളിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ചെറിയ സ്കൂളാണ് നമ്മുടെ. എന്നിരുന്നാലും ചാലക്കുടി ഉപജില്ലയിലെ
66 സ്കൂളുകളോട് പൊരുതി നമ്മുടെ മക്കള് ഏറ്റവും വലിയ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. ഓവറോൾ 2ാം സ്ഥാനത്തെത്തുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ വളരെ ചിട്ടയായും കൃത്യമായുമുള്ള പരിശീലനത്തിലൂടെ മാത്രമാണ് ഈ വിജയം നേടിയെടുത്തത്. അതിന് നമ്മളോട് സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിനും PTA എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ കൂടി ഉപയോഗിക്കുകയാണ്. സ്കൂള് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവിടുത്തെ പഠന അന്തരീക്ഷവും അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ PTA ആണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് വേണ്ടുവോളം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പടപൊരുതി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയം തന്നെ നേടിയെടുക്കാൻ കഴിയും എന്നതിൻ്റെ തെളിവും കൂടിയാണ് നമ്മൾ ഈ നേട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓവറോൾ 1ാം സ്ഥാനത്ത് തന്നെ നമ്മൾ അടുത്ത വർഷം എത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം. ആഘോഷിക്കാം, അർപ്പു വിളിക്കാം, ആഘോഷിക്കാം, അർപ്പു വിളിക്കാം. കണ്ടോ കണ്ടോ നാട്ടാരെ, കണ്ടോ കണ്ടോ നാട്ടാരെ, ഞങ്ങൾ നേടിയ സമ്മാനം. വടം സ്കൂള് പരിമിതമായ രീതിയിൽ, അതായത് ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്ത ആ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ എല്ലാ കായികോത്സവത്തിലും പങ്കെടുത്തതും. അവിടെ നമ്മൾ പരിമിതമായ ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ സജീഷ് മാഷ് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമുക്ക് കായികോത്സവത്തിന് റിലേയിലും 4x50 മീറ്റർ റിലേയിലും 4x100 മീറ്റർ റിലേയിലും നമ്മൾ എല്ലാ 2 വിഭാഗത്തിലും കിഡീസ് വിഭാഗത്തിലും മിനി വിഭാഗത്തിലും നമ്മുടെ കുട്ടികൾക്ക് ഫൈനലിൽ വരെ എത്തിച്ചേരാൻ പറ്റി. കിഡീസ് ബോയ്സ് അവിടെ തേർഡ് പ്രൈസിലെത്തുകയും ചെയ്തു. ഒപ്പം നമ്മുടെ കാശിനാഥൻ എന്ന കുട്ടി 100 മീറ്ററിലും 50 മീറ്ററിലും 1ാം സ്ഥാനത്തെത്തുകയും LP കിഡീസ് ബോയ്സ് വിഭാഗത്തിൽ കാശിനാഥൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനാവുകയും ചെയ്തു. അങ്ങനെ സ്കൂളിന് ഓവറോൾ 2ാം സ്ഥാനം LP കിഡീസ് വിഭാഗത്തിന് ലഭിക്കുകയും ചെയ്തു. വളരെ പരിമിതമായ ചുറ്റുപാടിൽ നിന്നാണ് ഈ കുട്ടികളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ ഈ പരിശീലനത്തിൽ ഏർപ്പെടുന്നതും. പ്രായമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിജയം ശരിക്കും വിദ്യാലയത്തിന് ഒരു അഭിമാനമാണ്. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലാണ് SNDP വലിയപാട് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ 6ാം വാർഡിൻ്റെ വാർഡ് മെമ്പർ കൂടിയാണ്. വളരെയധികം അഭിമാനമുണ്ട് ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ. തുടർച്ചയായിട്ട് 2 വർഷമാണ് നമുക്ക് കലാകായിക മത്സരങ്ങളിൽ, ചാലക്കുടി ഉപജില്ലാ കലാകായിക മത്സരങ്ങളിൽ ഓവറോൾ 2ാം സ്ഥാനം ലഭിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും ശാലീനമായ ഒരു പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്. ചെറിയ സ്കൂളാണെങ്കിൽ പോലും എല്ലാ മേഖലകളിലും പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് SNDP വലിയപാട് സ്കൂൾ ഇന്ന് നിലകൊള്ളുന്നത്. തികഞ്ഞ അഭിമാനമുണ്ട്. ഈ കുട്ടികൾക്ക് പരിശീലനം നൽകിയ നമ്മുടെ HM റീന ടീച്ചർക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജർ ഷാജി ചേട്ടനും, അതുപോലെ തന്നെ PTA പ്രസിഡന്റ് വിജേഷ്, മറ്റ് ടീച്ചേഴ്സ്, PTA അംഗങ്ങൾ, ഭാരവാഹികൾ എല്ലാവരെയും ഈ നിമിഷം അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും മികച്ച വിജയം കാഴ്ചവെച്ച കുട്ടികളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം അടുത്ത വർഷം 1ാം സ്ഥാനത്ത് എത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോതിരക്കണ്ണി ഗ്രാമത്തിലെ ഒരു സരസ്വതി ക്ഷേത്രമായ നമ്മുടെ SNDP LP സ്കൂൾ, ഇവിടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കുട്ടികളാണ് അധികവും. ഇവിടുത്തെ ടീച്ചേഴ്സ് അതിന് തക്കതായ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത 5 വർഷങ്ങളായി നമ്മൾ
ഇതുപോലെ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് വിജയം. അതുപോലെ തന്നെ നമ്മുടെ പഠന കാര്യങ്ങളിലും നമ്മുടെ വിദ്യാലയം മുൻപന്തിയിൽ തന്നെയാണ്. ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാ കുട്ടികളെയും നമ്മുടെ വിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിച്ചാൽ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഭാവിയിൽ ഇത് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ PTA കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും പ്രത്യേകിച്ച് നമ്മുടെ വാർഡ് മെമ്പർ ഘോഷയാത്രാഘോഷ ആഹ്ലാദ പ്രകടനം നയിച്ചത് നമ്മുടെ വാർഡ് മെമ്പറും മാനേജറാണ്. കല്യാണി ടീച്ചറും ഉണ്ട് ഒപ്പം. അപ്പൊ ഇന്നത്തെ ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. ആസിയ സുമേഷിനെ, ആദിലക്ഷ്മിക്ക്, അനന്തിതയ്ക്ക്